ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്കിത് കുറേ കാലം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. വളരെ കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചാണ്. ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ഗോതമ്പ് പൊടിയാണ്. നിങ്ങൾ റേഷൻ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഉപയോഗിച്ചോളൂ. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു എക്സ്ട്രാ ക്രിസ്പിനെസ് കിട്ടും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നല്ല നേർത്ത വറുക്കാത്ത റവയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വറുത്തത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരുപാട് തടിച്ച റവ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചേർത്ത് കൊടുത്തിരിക്കുന്ന നെയ്യ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് കൈ ഉപയോഗിച്ച് ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് കുഴച്ചെടുക്കാം. സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കുഴച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. ഏകദേശം 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ച് കുറച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 1 കപ്പ് വെള്ളമൊന്നും ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി ആവശ്യമില്ല. ഏകദേശം 1/2 കപ്പും കുറച്ച് കൂടുതലായിട്ട് മാത്രമേ വെള്ളം വേണ്ടി വന്നിട്ടുള്ളൂ. അത് നമ്മൾ ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടിയിലെ വ്യത്യാസമൊക്കെ അനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആവാം. അതുകൊണ്ട് കുറച്ച് കുറച്ചായി മാത്രം ചേർത്ത് ഈ ഒരു രീതിക്ക് സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് നീഡ് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ കൂട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ നീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് ഒന്ന് നീഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് നേരം ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കൂട്ട് ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. അഥവാ നിങ്ങളുടെ കൂട്ട് ഹാർഡായി വന്നിട്ടുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാവുന്നതാണ്. റവയൊക്കെ ചേർത്തതുകൊണ്ട് ചിലപ്പോൾ ഹാർഡായി വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ നിന്നും ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഈ ഒരു വലുപ്പത്തിലുള്ള ഉരുളകളാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ അരിപ്പയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് ഇതുപോലെ ഒരു ഉരുള വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് കനം കുറക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് പരത്തിയെടുക്കുക. ഒരു ചെറിയ കനത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. പരത്തിയെടുത്തതിന് ശേഷം ഇതൊന്ന് അടർത്തിയെടുക്കുമ്പോൾ ഈ ഒരു ഡിസൈനിൽ നമുക്ക് കിട്ടും. ഈ ഒരു അരിപ്പ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ സാധാരണ ഫോക്ക് ഉപയോഗിച്ചും ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇതേപോലെ ഞാനിവിടെ എല്ലാം തന്നെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് കുറച്ച് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ടേക്ക് ആക്കാൻ വേണ്ടി മറക്കരുത്. ഇതൊരല്പം കട്ടിയായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കളറൊക്കെ പെട്ടെന്ന് മാറും. പക്ഷേ അത് ഉള്ളോളം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ഇതുപോലെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ദാ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിക്ക് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ചൂടൊരല്പം ആറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിനൊരു കവറിങ്ങും കൂടെ കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് പൊടിച്ച ശർക്കര ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ശർക്കര പാനിയാക്കി എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഹൈ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കുറുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. വെള്ളം നമ്മൾ ഒരുപാട് ചേർത്തിട്ടില്ല. അപ്പോൾ അതായത് ഇതിപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യിൻ്റെ രുചി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു നൂൽ പരുവം ആകുന്നവരെയാണ് ശർക്കര പാനി ആക്കി എടുക്കേണ്ടത്. ഇപ്പോൾ അതായത് ഒരു നൂൽ പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ചൂട് ഒരല്പം ആറി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഈ ഒരു ശർക്കര പാനിയിൽ നല്ല പോലെ തന്നെ ഒന്ന് കവർ ചെയ്യുന്ന രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാത്തിലും നന്നായിട്ട് കവർ ചെയ്തെടുത്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അപ്പം തന്നെ അതൊന്ന് വിടിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ ഒന്നിനൊന്ന് പറ്റിപ്പിടിച്ച് നിൽക്കും.
അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് ഒന്ന് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്തും കൂടെ കൊടുക്കുക. ഇത് ഡ്രൈ ആയിട്ട് വരുമ്പോൾ ആ ഒരു കവറിങ് പോലെ ആയി കിട്ടും. ഇതിൻ്റെ ചൂട് മുഴുവനായിട്ടും ആറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ദാ ചൂടൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. നമ്മളുടെ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കൂ, ഒട്ടും തന്നെ കയ്യിലൊന്നും പറ്റിപ്പിടിക്കൊന്നുമില്ല. നല്ല പോലെ തന്നെ കവറായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു പലഹാരം ഇരിക്കുക. ചെറിയൊരു ഉപ്പിൻ്റെ രുചിയും അതുപോലെ തന്നെ ശർക്കരയുടെ മധുരവും എല്ലാം കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് കുറേ കാലം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.